Hi everybody, SSLC, subject English. So today in this class we are going to discuss the chapter In the Attic. Actually the chapter is a memoir. So what is memoir? മെമ്മോയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർമ്മക്കുറിപ്പ് അതല്ലെങ്കിൽ അനുഭവക്കുറിപ്പ്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരാളുടെ ഓർമ്മക്കുറിപ്പാണ് അല്ലെങ്കിൽ ഒരാളുടെ അനുഭവക്കുറിപ്പാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ആരുടെ ഓർമ്മക്കുറിപ്പാണ്. ഓക്കെ, സോ വ്ലാഡിസ്ലോ സ്പിൽമാൻ, എ നോട്ടബിൾ പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് കമ്പോസർ. സോ പോളിഷ് പിയാനിസ്റ്റും കമ്പോസറും ഒക്കെ ആയിട്ടുള്ള വ്ലാഡിസ്ലോ സ്പിൽമാൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ്, ഒരു മെമ്മോയർ, അതാണ് ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്ക്. സോ ആ ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മക്കുറിപ്പിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് ഇൻ ദി ആറ്റിക്. ഓക്കെ, സോ ഈ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ ജർമ്മൻ സൈന്യം ജൂതമതക്കാരെ തേടി പിടിച്ച് വേട്ടയാടി കൊല്ലുന്ന, അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ കൊണ്ടുപോയി തള്ളി കൊല്ലുന്ന ആ ഒരു റെഫറൻസാണ് ഈ ഒരു മെമ്മോയറിൽ നമുക്ക് കാണാൻ പറ്റുക. സോ ജർമ്മൻ സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജൂതമതക്കാരനായിട്ടുള്ള നമ്മുടെ നെറേറ്റർ വ്ലാഡിസ്ലോ സ്പിൽമാൻ അദ്ദേഹം പലയിടത്തും ഒളിച്ച് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒളിവിൽ താമസിച്ച സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ കുറിപ്പുകളാണ്, ഓർമ്മക്കുറിപ്പുകളാണ് ഈ പറയുന്ന ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ വർക്കിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള SSLC ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ. വൺസ് അഗെയിൻ ദ ടൈറ്റിൽ ഓഫ് ദ ചാപ്റ്റർ ഈസ് ഇൻ ദി ആറ്റിക്. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നോക്കാം, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം അനുഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ഓക്കെ സ്റ്റുഡൻസ്, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ ഇൻ ദ ആറ്റിക്. See, I slumped on the chair by the ladder door. It was some time before I stammered with difficulty, "Do what you like to me. I'm not moving from here." അതായത് ഐ സ്ലംപ്ഡ് ഓൺ ദ ചെയർ ബൈ ദി ലാഡർ ഡോർ. അതായത് ഇയാൾ പറയുകയാണ്, സ്റ്റോറി നമുക്ക് നെറേറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മളോട് പറയുകയാണ് ഐ സ്ലംപ്ഡ് ഓൺ ദ ചെയർ. ഞാൻ ഈ സ്ലംപ്ഡ് എന്നുള്ളതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സിറ്റ്, അതല്ലെങ്കിൽ ഫാൾ ഡൗൺ ഹെവിലി ആൻഡ് സഡൻലി, പെട്ടെന്ന് വേഗം കണ്ടിരിക്കുക അല്ലെങ്കിൽ വീഴുക, അതിനൊക്കെ നമ്മൾ സ്ലംപ്ഡ് എന്ന് പറയാം. സോ ഐ സ്ലംപ്ഡ് ഓൺ ദ ചെയർ, ഞാൻ ആ ചെയറിലേക്ക് അങ്ങ് വീണു, അല്ലെങ്കിൽ ചെയറിലേക്ക് പെട്ടെന്ന് അങ്ങിരുന്നു. എവിടുന്ന്? ബൈ ദി ലാഡർ ഡോർ. ഈ ലാഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് സ്മാൾ സ്റ്റോർ റൂമാണ്. അപ്പോൾ ആ സ്റ്റോർ റൂമിൻ്റെ അടുത്തുള്ള ആ ഒരു ചെയറിൽ ഞാൻ അങ്ങിരുന്നു. It was some time before I stammered with difficulty, "Do what you like to me. I'm not moving from here." എന്നിട്ട് ഇയാൾ പറയുകയാണ്, സ്റ്റാമേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്കി പറയുക, സ്റ്റാമറിങ് എന്ന് വെച്ചാൽ വിക്കാണ്. അപ്പോൾ വിക്കി അതായത് ഇയാളുടെ മൈൻഡിൽ ഒരു പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ പേടിച്ച് വിക്കി ഇയാൾ പറയുകയാണ്, പ്രയാസത്തോട് കൂടിയിട്ട് ഇയാൾ പറയുകയാണ്, "ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ." നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ അനങ്ങില്ല, ഞാൻ ഇവിടെ നിന്ന് അനങ്ങുന്നില്ല, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പേടിയോടുകൂടി വിക്കി അയാൾ പറഞ്ഞു. സോ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ, ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെ വേട്ടയാടുന്ന ആ ഒരു കാര്യം ജർമ്മൻ പീപ്പിൾ ഒരുപാട് ജൂയിഷ് പീപ്പിളിനെ കൊന്നൊടുക്കിയിട്ടുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ഇയാൾ പേടിച്ച്, ഇയാളൊരു ജൂയിഷാണ്, അപ്പോൾ ഇയാൾ പേടിച്ച് ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഓഫീസർ അങ്ങോട്ടേക്ക് വരികയും ഇയാളെ കാണുകയും ചെയ്യുന്നത്. അങ്ങനെ കണ്ട സമയത്ത് ഇയാൾ പറയുകയാണ്, "ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ." ഞാൻ ഇവിടുന്ന് അനങ്ങുന്നില്ല, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പേടിയോടുകൂടി വിക്കി അയാൾ പറയുകയാണ്. അപ്പോൾ ഈ ഓഫീസർ മറുപടി പറയുകയാണ്, "ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു." എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനൊന്നും ഇല്ല. ദ ഓഫീസർ സെറ്റ്. ദെൻ ഹി ആസ്ക്ഡ് മീ, "വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്?" നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ജോലി എന്താണ് എന്നുള്ളത് ചോദിച്ചു. "ഐ ആം എ പിയാനിസ്റ്റ്." അപ്പോൾ ഇയാൾ മറുപടി പറയുകയാണ്, "ഞാൻ പിയാനോ വായിക്കുന്ന ഒരാളാണ്." ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. അപ്പോൾ ഇയാളൊന്ന് സൂക്ഷിച്ചിങ്ങനെ നോക്കി, ഈ പോലീസ് ഓഫീസർ ഇയാളെ സൂക്ഷിച്ചങ്ങനെ നോക്കി. ആൻഡ് ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു ദി അതർ റൂം. എന്നിട്ട് തൊട്ടടുത്ത് ഉള്ള മറ്റൊരു റൂമിലായി ഇയാളുടെ നോട്ടം. ആൻ ഐഡിയ സീംഡ് ടു ഹാവ് സ്ട്രക്ക് ഹിം.
ഇയാൾക്കെന്തോ ഒരു ഐഡിയ അയാളുടെ മൈൻഡിൽ സ്ട്രക്ക് ചെയ്ത പോലെ, കിട്ടിയ പോലെ, എന്തോ ഒരു ഐഡിയ ഇയാളുടെ മൈൻഡിൽ കിട്ടിയതുപോലെ തോന്നി. എന്നിട്ട് പറയുകയാണ്, കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ. വിൽ യു, വരില്ലേ നിങ്ങൾ? വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം. അങ്ങനെ തൊട്ടടുത്ത റൂമിലേക്ക് ഞങ്ങൾ പോയി. വേർ എ പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ. അവിടെ ചുമരിൻ്റെ അടുത്ത് ഒരു പിയാനോ വെച്ചിട്ടുണ്ടായിരുന്നു. ദ ഓഫീസർ പോയിൻറ്റഡ് ടു ദി ഇൻസ്ട്രുമെൻറ്റ്. എന്നിട്ട് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്, ആ പിയാനോ ഇൻസ്ട്രുമെൻറ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, പ്ലേ സംതിങ്, എന്തെങ്കിലും നിങ്ങൾ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യൂ ഈ പിയാനോയിൽ എന്ന് പറഞ്ഞു. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. അപ്പം ഞാൻ വളരെയധികം എൻക്വയറിംഗ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ചിന്താക്കുഴപ്പത്തോട് കൂടിയിട്ട്, ആശയക്കുഴപ്പത്തോട് കൂടിയിട്ട്, ഡൗട്ടോട് കൂടിയിട്ട് ഞാൻ ഇയാളെ നോക്കി. എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. എന്നിട്ട് അവിടെ നിന്ന് അനങ്ങിയില്ല. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്. അപ്പോൾ ഞാൻ പേടിച്ച് നിൽക്കുകയാണെന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. സിൻസ് ഹി ആഡഡ് റീഅഷ്വറിംഗ്ലി. എന്നിട്ട് വീണ്ടും അയാൾ ഒരു റീഅഷ്വറിങ്, ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് അയാൾ പറയുകയാണ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമില്ല, യു ക്യാൻ പ്ലേ, നിങ്ങൾക്ക് പ്ലേ ചെയ്യാം, നിങ്ങൾക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം. ഇഫ് എനി വൺ കംസ്, ആരെങ്കിലും ഇത് കേട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, യു ക്യാൻ ഹൈഡ് ഇൻ ദി ലാഡർ, നിങ്ങൾക്ക് ആ ലാഡറിൽ നിങ്ങൾ ഒളിച്ചിരുന്നോളൂ, ആ ഒരു സ്റ്റോർ റൂമിൽ നിങ്ങൾ ഒളിച്ചിരുന്നോളൂ. ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈയിങ് ദ ഇൻസ്ട്രുമെൻറ്റ് ഔട്ട്. വരുന്നവരോട് ഞാൻ പറഞ്ഞോളാം, ഞാനാണ് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞോളാം, ഡോണ്ട് വറി എന്നുള്ളത് അയാൾ പറയുകയാണ്, ഒരു ഓഫീസർ പറയുകയാണ്. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദി കീബോർഡ് ദേ ഷുക്ക്. അങ്ങനെ ഞാൻ എൻ്റെ ഫിംഗേഴ്സ് കീബോർഡിൽ വെച്ചു. അപ്പോൾ അത് വിറയ്ക്കുന്നുണ്ടായിരുന്നു, എൻ്റെ കൈവിൻ്റെ വിരലുകൾ, ഫിംഗേഴ്സ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഐ ഹാഡൻറ്റ് പ്രാക്ടീസ്ഡ് ഫോർ 2.5 years. കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് ഞാൻ പ്രാക്ടീസൊന്നും ചെയ്തിട്ടില്ല. മൈ ഫിംഗേഴ്സ് വേർ സ്റ്റിഫ്. എൻ്റെ ഫിംഗേഴ്സൊക്കെ ആകെ സ്റ്റിഫായിട്ടുണ്ട്. എന്താണ് സ്റ്റിഫാവുമെന്ന് ഉദ്ദേശിച്ച്? പരുക്കമായിട്ടുണ്ട്, റഫായിട്ടുണ്ട്. കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ട്, അതായത് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ കുളിച്ചിട്ടൊക്കെ കുറേ ദിവസങ്ങളായി എന്നുള്ളതൊക്കെ നമ്മളതിന് മനസ്സിലാക്കിയെടുക്കണം. കൈയിൻ്റെ വിരലുകളിലൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്, സ്റ്റിഫായിട്ടുണ്ട്, ഡേർട്ടി ആയിട്ടുണ്ട്. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ എൻ്റെ നഖം പോലും കട്ട് ചെയ്തിട്ടില്ല. ഐ പ്ലേഡ് ചോപ്പിൻസ് നോക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഞാൻ ആ ഒരു പിയാനോയിൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ ശ്രമിച്ചു. ഐ പ്ലേഡ്, എന്താണ് പ്ലേ ചെയ്തത്? ചോപ്പിൻസിൻ്റെ നോക്ടേൺ, അതായത് നോക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. അതായത് നോക്ടേൺ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് പിന്നെ നിശാസംഗീതമാണ്, രാത്രി സോങ്. അപ്പോൾ അത് ആ ഒരു സോങ്ങാണ്, ആ ഒരു മെലഡി ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സാഡ് ആയിട്ടുള്ള ആ ഒരു സോങ്ങാണ് ഞാൻ എന്ത് ചെയ്തത്, പ്ലേ ചെയ്തത്. വെൻ ഐ ഫിനിഷ്ഡ്, ഞാൻ എൻ്റെ ആ ഒരു മ്യൂസിക് ഫിനിഷ് ചെയ്ത സമയത്ത് ദ സൈലൻസ് സീമഡ് ഗ്ലൂമി ആൻഡ് ഏറി. അപ്പോൾ അവിടെയുള്ള നിശബ്ദത, അവിടെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. വെൻ ഐ ഫിനിഷ്ഡ് ദ സൈലൻസ് സീമഡ് ഗ്ലൂമി. ആ നിശബ്ദത പോലും ഗ്ലൂമി ആയിട്ട്, നിരാശ ആയിട്ട് നിൽക്കുന്നത് പോലെയൊക്കെ കാണപ്പെട്ടു എന്ന് പറയുകയാണ്. ഏറി എന്ന് വെച്ചാൽ വിചിത്രമായ എന്തോ, അതല്ലെങ്കിൽ വളരെയധികം ഗ്ലൂമി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായി എന്ന് പറയുകയാണ്. ഐ ഹേർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ താഴെ നിന്നും ഒരു വെടിവെപ്പ് ശബ്ദം കേൾക്കുന്നത്, താഴത്തെ ബിൽഡിങ്ങിൽ നിന്നും. എ ഹാഷ് ലൗഡ് ജർമ്മൻ നോയ്സ്. അതേപോലെ തന്നെ ഒരു ഹാഷായിട്ടുള്ള, പരുക്കമായിട്ടുള്ള, റഫായിട്ടുള്ള, ലൗഡ്, ഉച്ചത്തിലുള്ള ഒരു ജർമ്മൻ നോയ്സ്, ജർമ്മൻകാരുടെ ശബ്ദവും ഞാൻ കേട്ടു. അപ്പോൾ അവിടെ ഈ ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ തേടി പിടിച്ച് വെടിവെച്ച് കൊല്ലുകയാണ്, തടവിലാക്കപ്പെടുകയാണ് ജർമ്മൻ ആർമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പരുക്കമായ ശബ്ദങ്ങൾ ഇയാൾ കേട്ടു എന്ന് പറയുകയാണ്. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. ഈ ഓഫീസർ എന്നെ നിശബ്ദമായി ഒന്ന് നോക്കി. ആഫ്റ്റർ എ വൈൽ ഹി സൈഡ്. കുറച്ച് നേരത്തിന് ശേഷം അയാൾ ഒരു നെടുവീർപ്പൊക്കെ ഇട്ടു. സൈ എന്ന് വെച്ചാൽ നെടുവീർപ്പാണ്. ആൻഡ് മറ്റേഡ്, എന്നിട്ട് പതുക്കെ സംസാരിച്ചു, പതുക്കെ പെറുപിറുത്തുകൊണ്ട് പറഞ്ഞു, ഓൾ ദ സെയിം യു ഷുഡൻറ്റ് സ്റ്റേ ഹിയർ. എന്തായാലും നിങ്ങളിവിടെ നിൽക്കണ്ട എന്നുള്ളത് പതുക്കെ പറഞ്ഞു. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്. ഞാൻ നിങ്ങളെ ഈ സിറ്റി ഇവിടുന്ന് പുറത്തേക്ക് എത്തിക്കാം, ഒരു വില്ലേജിലേക്ക് എത്തിക്കാം എന്ന് പറയുകയാണ്. ഈ സിറ്റിയിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തേക്ക് എത്തിക്കാം. യു വിൽ ബി സേഫർ ദർ. അവിടെ നിങ്ങൾ സേഫായിരിക്കും എന്ന് പറയുകയാണ്. ഐ ഷുക്ക് മൈ ഹെഡ്. ആ സമയത്ത് ഇയാൾ തലയാട്ടി. അതായത് തലയാട്ടിയത് നോ, കഴിയില്ല എന്നുള്ള മീനിങ്ങിലാണ്. ഐ ക്യാൻറ്റ് ലീവ് ദിസ് പ്ലേസ്. എനിക്ക് ഈ സ്ഥലം വിട്ട് വരാൻ കഴിയില്ല. ഐ സെഡ് ഫേർമലി. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു.
ഓൺലി നൗ ഡിഡ് ഹീ സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദി റൂയിൻസ്. ആ സമയത്താണ് എന്തിനാണ് താൻ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ലാഡറിൽ വന്ന് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ കാരണം ആ ഓഫീസറിന് മനസ്സിലായത്. യു ആർ ജൂയിഷ് ഹി ആസ്കഡ്. അയാൾ ചോദിച്ചു, നിങ്ങളൊരു ജൂതനാണോ, ജൂയിഷാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴാണ് ഓഫീസറിന് മനസ്സിലായത്, ഇയാൾ ജൂയിഷാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇയാൾ ഓഫീസർ കരുതിയിരുന്നത് താഴെ കലാപം നടക്കുന്നുണ്ട്, റയറ്റ് നടക്കുന്നുണ്ട്, വെടിവെപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രക്ഷപ്പെട്ട് വന്ന ഏതോ ഒരാൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇയാളൊരു ജൂതനാണ്, ജൂയിഷാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് ഇയാളൊരു ജൂയിഷാണ് എന്നുള്ളത്. ഓക്കെ, യു ആർ എ ജൂയിഷ് ഹി ആസ്കഡ്. യെസ്, മറുപടി വന്നു യെസ്. യെസ്, വെൽ ഹി മറ്റേഡ്. വീണ്ടും ഇയാൾ പറയുകയാണ്, ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി ക്യാൻറ്റ് ലീവ്. വെർ ആർ യു ഹൈഡിങ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും താഴേക്ക് ഇറക്കാൻ പറ്റില്ല. വെർ ആർ യു ഹൈഡിങ്? നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻ ദ ആറ്റിക്. ആറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? തട്ടുംപുറം, അതല്ലെങ്കിൽ മച്ചിൻ്റെ പുറം, അതിനൊക്കെയാണ് നമ്മൾ ആറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആറ്റിക്കിലാണ് എന്ന് പറയുകയാണ്. ഹീ ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക്. അപ്പോൾ ഇയാൾ ആ ആറ്റിക് ഒളിച്ചിരുന്ന സ്ഥലം അങ്ങനെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തു, ഒന്ന് നോക്കി. എന്നിട്ടോ ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. എന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാത്ത എന്തോ ഒന്ന് അയാൾ ശ്രദ്ധിച്ചു. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ്. ഒരു ലോഫ്റ്റ്. എന്താണ് ലോഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേലറ. ഓക്കെ, ആ ആറ്റിക്കിൻ്റെ അടുത്തായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ റൂമിൻ്റെ ലാഡറിൻ്റെ അടുത്തായിട്ട് ഒരു മേലർ ഉണ്ടായിരുന്നു. ചെറിയൊരു തട്ടുംപുറം വേറെ ഒന്നുണ്ടായിരുന്നു, രഹസ്യ അറ, ഒരു ലോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അയാൾ ശ്രദ്ധിച്ചു. മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി എബവ് ദ എൻട്രൻസ് ടു ദി ആറ്റിക്. ആ ആറ്റിക്കിൻ്റെ എൻട്രൻസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അറ ഉള്ളത് ശ്രദ്ധിച്ചു. ദ ഓഫീസർ സെറ്റ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. അപ്പോൾ ഓഫീസർ പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നോക്കൂ, ഇയാൾ ജർമ്മൻ ഓഫീസറാണ്. പക്ഷേ ഈ ജർമ്മൻ ഓഫീസേഴ്സ് എല്ലാം താഴെ ജൂയിഷായുള്ള ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടും തടവിലാക്കുന്നുണ്ട്. കുറേ ആൾക്കാരെ വെടിവെക്കുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് എന്തോ ഒരു അനുകമ്പ ഇയാളോട് തോന്നുകയും അങ്ങനെ ഇവിടെ ഒളിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മാറ്റി അവിടേക്ക് ഒളിച്ചിരിക്കാനായിട്ട് പറയുകയാണ്. നോക്കാം. ഹി ആസ്കഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ നോ ഐ സെറ്റ്. ഞാൻ മറുപടി പറഞ്ഞു, ഇല്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. വെൽ നെവർ മൈൻഡ് ഹി ആഡഡ് ഹാസ്ലി ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാം എന്നയാൾ പറയുകയാണ്. ഓൺലി നൗ ഡിഡ് ഐ വെൻച്വർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ ആർ യു ജർമ്മൻ. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് എനിക്ക് തിരിച്ചങ്ങോട്ടേക്കൊരു ചോദ്യം ചോദിക്കാനൊരു ധൈര്യം, ഒരു വെഞ്ചർ ഉണ്ടായത്. ഞാൻ ചോദിച്ചു, ആർ യു ജർമ്മൻ? നിങ്ങൾ ജർമ്മൻ തന്നെയാണോ എന്ന് ചോദിച്ചു. ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ. ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ, അതായത് ഇയാൾ അതിന് മറുപടി പറഞ്ഞപ്പോൾ കുറച്ച് ഉച്ചത്തിലാണ് പറഞ്ഞത്. ആൻഡ് ഇൻ ഹിസ് അജിറ്റേഷൻ. ഈ അജിറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിച്ചത് ഒരു അസ്വസ്ഥത ഇയാളിൽ ഉണ്ടാക്കി. ആ ഒരു ചോദ്യം ഒരു അസ്വസ്ഥത ഇയാൾ ഉണ്ടാക്കി. അപ്പോൾ അതോടുകൂടി ആ ഒരു അസ്വസ്ഥമായ രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്. അതായത് എൻ്റെ ചോദ്യം ഒരു ഇൻസൾട്ടായിട്ട് അയാൾക്ക് തോന്നി, അയാൾക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് അയാൾ പറയുകയാണ്, യെസ് ഐ ആം. അതെ, ഞാൻ ഒരു ജർമ്മനാണ് എന്നുള്ളത് കുറ്റബോധത്തോട് കൂടിയിട്ട്, ഒരു സങ്കടത്തോട് കൂടിയിട്ട്, ഒരു ഇൻസൾട്ടോട് കൂടിയിട്ട് ഇയാൾ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജർമ്മനായിട്ടുള്ള ഈ ആൾക്കാരാണ് ജൂതന്മാരെ, ജൂയിഷായുള്ള ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കുറ്റബോധം, ആ ഒരു നാണക്കേട് കൊണ്ട് അയാൾ പറയുകയാണ്. ആ രീതിയിൽ അത് അയാൾ ആൻസർ കൊടുക്കുകയാണ്, യെസ് ഐ ആം, അതെ എന്നുള്ളത് അയാൾ മറുപടി കൊടുക്കുകയാണ്. ആൻഡ് ഷെയ്മഡ് ഓഫ് ഇറ്റ്. അപ്പോൾ എനിക്കതിൽ നാണക്കേടുണ്ട് എന്നുള്ളത് അയാൾ പറയുകയാണ്. ഷെയ്മഡ് ഓഫ് ഇറ്റ് ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്. അപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ട്, ഞാനൊരു ജർമ്മൻ തന്നെയാണ് എന്ന് അയാൾ പറയുകയാണ്. അബ്രപ്റ്റ്ലി, പെട്ടെന്ന് തന്നെ, ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. പെട്ടെന്ന് തന്നെ ഇയാൾ അതും പറഞ്ഞാണ്ട് തനിക്കൊരു ഷേക്ക് ഹാൻഡും തന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, അവിടുന്ന് പോയി. 3 days passed. 3 ദിവസം കടന്നുപോയി. 3 days passed before he reappeared. അങ്ങനെ വീണ്ടും ഇയാൾ വരികയാണ്. ഇറ്റ് വാസ്, അതായത് ഈ ഓഫീസർ വീണ്ടും ഇയാളെ കാണാനായിട്ട് ആ ഒരു ആറ്റിക്കിലേക്ക് വരികയാണ്. 3 ദിവസത്തിന് ശേഷം. ഇറ്റ് വാസ് ഈവനിങ്, ഒരു ഈവനിങ് ആയിരുന്നു. ആൻഡ് ദ പിച്ച് ഡാർക്ക്. അപ്പോൾ ആ ഈവനിങ് പതുക്കെ ഡാർക്കായിട്ട് മാറുന്നുണ്ട്, നൈറ്റായിട്ട്, കംപ്ലീറ്റ് നൈറ്റായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡാർക്കായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് നൈറ്റ്, ഈവനിങ് കഴിഞ്ഞ് ഇറ്റ്സ് നൈറ്റ് എന്നുള്ള മീനിങ് ആണ് അവിടെ കേട്ടോ പിച്ച് ഡാർക്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്.
അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ലോഫ്റ്റിൽ എൻ്റെ ആ ഒരു പിന്നെ സ്ഥലത്ത് ഞാൻ എന്ത് കേട്ടു, ആ ഒരു തട്ടിൻപുറത്തിൽ ആ ഒരു മേലറയിൽ ഞാൻ ഒരു വിസ്പറിങ് സൗണ്ട് കേട്ടു ഞാൻ. ഹലോ ആർ യു ദേർ, അതായത് പതുക്കെ ഹലോ ആർ യു ദേർ, നിങ്ങളിവിടെ ഉണ്ടോ എന്നുള്ളതൊരു പതുക്കെ ചോദിക്കുന്നത് കേട്ടു. യെസ് ഐ ആം ഹിയർ, അപ്പോൾ ഇയാൾ മറുപടി പറഞ്ഞു, അവിടെ ഒളിച്ചിരിക്കുന്ന ഇയാൾ മറുപടി പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. സൂൺ ആഫ്റ്റർ വാർഡ്സ് സംതിങ് ഹെവിലി ലാൻഡഡ് ബിസൈഡ് മീ, അപ്പോൾ അത് കേട്ടപ്പോഴേക്കും എൻ്റെ അടുത്ത് എന്തോ ഒന്ന് നല്ല കനത്തിൽ വന്ന് വീണു. എന്തായിരുന്നു അത്? ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവറൽ ലോവ്സ് ആയിരുന്നു. അതായത് ലോവ്സ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം, അതല്ലെങ്കിൽ റൊട്ടി, അതിനെയാണ് നമ്മൾ ലോവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സംതിങ് സോഫ്റ്റ് ആയിട്ടുള്ള വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം റാപ്പഡ് ഇൻ ഗ്രീസ് പ്രൂഫ് പേപ്പർ. അതായത് ഒരു ഗ്രീസ് പ്രൂഫ് പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് പാക്കേജിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേപ്പറാണ്. അപ്പോൾ അതിൽ ഈ ജാമും അതുപോലെ തന്നെ റൊട്ടിയും ലോവ്സും ഒക്കെ പൊതിഞ്ഞ് അയാൾ കൊണ്ടുവന്ന് വെച്ചതാണ്. നല്ല കനത്തിലവിടെ വന്ന് വീണു. അപ്പോൾ അത്യാവശ്യം ഫുഡ് ഉണ്ട്. ഐ ക്വിക്ക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ്. ഞാൻ ആ പാക്കേജ് വേഗം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വിളിച്ചു, അയാളോട് പറഞ്ഞു വെയിറ്റ് എ മൊമെൻറ്റ്, ഒന്ന് നിൽക്കുമോ എന്നുള്ളത് അയാളോട് പറഞ്ഞു. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻറ്റ്, വാട്ട് ഈസ് ഇറ്റ്. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, എന്താണ് വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളത് ചോദിച്ചു. പക്ഷേ അതെങ്ങനെയായിരുന്നു? ആ സൗണ്ട് ഇംപേഷ്യൻ്റ് ആയിരുന്നു. അതായത് ഈ ഇംപേഷ്യൻ്റ് ദാറ്റ് മീൻസ് അക്ഷമനായിട്ട്, അതായത് ഇയാൾക്ക് പെട്ടെന്ന് പോകണം, ധൃതി പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഇയാൾ എന്തോ അസ്വസ്ഥനാണ്. കാരണം ഇയാൾ വരുന്നതൊക്കെ ഈ ആറ്റിക്കിലേക്ക് വരുന്നത് വേറെയുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആറ്റിക്കിൽ ഒളിച്ചിരിക്കുന്ന അയാളെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അക്ഷമനായിട്ട് ഇയാൾ ധൃതി പിടിച്ച് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇയാളുടെ സൗണ്ട് കേട്ടപ്പോൾ എന്താണ് എന്നുള്ളത് അക്ഷമനായിട്ട് ചോദിക്കുകയാണ്. ഹറിയപ്പ്, പെട്ടെന്ന് പറയൂ, ഹറിയപ്പ്, വേഗത്തിലാക്കൂ. ദ ഗാർഡ്സ് സോ മീ കം ഇൻ ഹിയർ. ഞാനിങ്ങോട്ടേക്ക് വരുന്നത് ഗാർഡ്സ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ മസ്റ്റൻറ്റ് സ്റ്റേ ലോങ്. എനിക്കിവിടെ അധികം നേരം നിൽക്കാൻ കഴിയില്ല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. അപ്പോൾ ഒരു കുറച്ച് ആഴ്ചകളും കൂടി നിങ്ങളൊന്ന് പിടിച്ചു നിൽക്കൂ. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലേറ്റസ്റ്റ്. ഉടൻ തന്നെ ഈ നടക്കുന്ന റയറ്റ്, കലാപം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധമൊക്കെ അവസാനിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കാലം കൂടി നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കൂ എന്ന് ഇയാൾ പറഞ്ഞു. ദ വോയിസ് ഫെൽ സൈലൻറ്റ്. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദർ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് അയാളുടെ വോയിസ് സൈലൻ്റായി. അപ്പോൾ ആ ആറ്റിക്കിൽ ഒളിച്ചിരിക്കുന്ന ആൾ ചിന്തിക്കുകയാണ്, അയാൾ പോയോ? ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദർ, അയാൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ, അയാൾ പോയോ എന്നുള്ളത് ചിന്തിക്കുകയാണ്. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ. പക്ഷെ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു സംസാരം ഇയാൾ കേട്ടു. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ. നിങ്ങൾ കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കണം, കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത് എന്നുള്ളത് ഒന്നുകൂടി അയാൾ റിപ്പീറ്റായിട്ട് ചോദിച്ചു. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാഷ്. അയാളുടെ സൗണ്ട് വളരെ ഹാഷായിട്ട് തോന്നി. ആൻഡ് ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വേർ ഗിവിങ് ആൻ ഓർഡർ. ഒരു ഓർഡറൊക്കെ പറയുന്നത് പോലെ തന്നെ, ഒരു കമാൻഡൊക്കെ അല്ലെങ്കിൽ ഒരു ഓർഡർ പറയുന്നത് പോലെ ഹാഷായിട്ടാണ് ഇയാൾ സംസാരിച്ചത്. നിങ്ങൾ കേൾക്കുന്നില്ലേ, കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്ക് എന്നുള്ളത് അയാൾ പറഞ്ഞു. കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺയീൽഡിങ് ബിലീഫ്. ഈ അൺയീൽഡിങ് ബിലീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈൽഡ് എന്ന് വെച്ചാൽ കീഴടങ്ങുക, അൺയീൽഡിങ് കീഴടങ്ങാത്ത ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു ഓഫീസറിന് അയാളുടെ മൈൻഡിലൊരു ബിലീഫുണ്ട്, ഇത് ഉടനെ തന്നെ അവസാനിക്കും, ഈ ഒരു റയറ്റ്, ഈ ഒരു കലാപം, ഈ ഒരു യുദ്ധം ഉടനെ തന്നെ അവസാനിക്കും. അപ്പോൾ അത് അയാളുടെ മനസ്സിലുള്ള ആ ഒരു സ്ട്രോങ് ബിലീഫ് ഇയാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഉടനെ തന്നെ ഇത് അവസാനിക്കും, നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. ആൻഡ് ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വൈറ്റ് സൗണ്ട് ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിങ്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ആറ്റിക്കിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് ഞാൻ കേട്ടത്. അതിൻ്റെ അർത്ഥം അത് പറഞ്ഞതിന് ശേഷം അയാൾ പോയി. മൊണോട്ടോണസ്. ഈ മൊണോട്ടോണസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരസമായ, ബോർഡം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇയാൾ ആ ഒരു ആറ്റിക്കിൽ, അതല്ലെങ്കിൽ ഈ പറയുന്ന ലോഫ്റ്റിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഏകാന്തനായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ദിവസങ്ങളോളം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വിരസനായിട്ട്, ബോർഡമായിട്ട് അയാൾ അവിടെ ഇരിക്കുകയാണ്. ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. അതായത് ഹോപ്പ്ലെസ്, പ്രതീക്ഷ ഇല്ലാത്തൊരുപാട് ദിവസങ്ങൾ, ആഴ്ചകളൊക്കെ കടന്നു പോവുകയാണ്. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. ഈ ആർട്ടിലറി ഫയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർട്ടിലറി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോക്കുകളും പീരങ്കികളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദങ്ങളൊക്കെ ഇയാൾ പതുക്കെ കേൾക്കുന്നുണ്ട്. ദർ വർ ഡേയ്സ് വെൻ നോട്ട് എ സിംഗിൾ ഷോട്ട് ബ്രോക്ക് ദ സൈലൻസ്. അതായത് വെടിവെപ്പിൻ്റെ ശബ്ദം കേൾക്കാത്തൊരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോൾജിയേഴ്സ് വെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയേഴ്സ്. സോൾജിയേഴ്സ്
പിന്നെ സ്റ്റെയേഴ്സ് കയറിയിട്ട് ഈ ആറ്റിക്കിൻ്റെ ഈ ഭാഗത്തേക്ക് വരാറുണ്ട്. ഓക്കെ, പക്ഷേ അവർക്കാർക്കും അറിയില്ല ഈ ആറ്റിക്കിൽ ഇങ്ങനെയുള്ളൊരു രഹസ്യ അറ ഉള്ളതും, അതായത് ഈ ഒരു ലോഫ്റ്റിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നതൊന്നും ഇയാൾക്ക് ഈ വരുന്ന പട്ടാളക്കാർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ആറ്റിക്കിലേക്ക് വരും, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും, ആരെയും കാണില്ല, അവർ മടങ്ങിപ്പോകും. അതേപോലെ തന്നെ ഓഫൺ ബ്രിങ്ങിങ് ലാർജ് പാക്കേജ് അപ് ടു ദ ആറ്റിക്, വലിയ വലിയ പാക്കേജുകളും വലിയ വലിയ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഈ ആറ്റിക്കിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് കാണാം. ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ, അതേപോലെ തന്നെ അവിടെ നിന്ന് താഴേക്ക് ഇറക്കി കൊണ്ടുപോകുന്നതും ഒക്കെ കാണാം. അല്ലെങ്കിൽ അതൊക്കെ ഇയാൾ അറിഞ്ഞുകൊണ്ട് ആ ഒരു ലോഫ്റ്റിൽ, ആ ഒരു ആറ്റിക്കിലെ ആ ഒരു ലോഫ്റ്റിൽ ഇയാൾ രഹസ്യമായിട്ട് പേടിച്ച് ഇരിക്കുകയാണ്.